ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, ശ്രീകലെ, നീ ഇതെന്ത് ചെയ്യാൻ പോകുന്നത്? എൻ്റെ മനുഷ്യ, എൻ്റെ കൂടെ നിങ്ങളൊന്ന് നിന്ന് നന്നാ മതി. എന്ത് ചെയ്യാനാണ് നീ പോകുന്നതെന്ന് പറ. ആ ദേവമംഗലത്തുള്ളവർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കാൻ പോകുന്നു. പരാതിയോ? ഗാർഹിക പീഡനമൊന്ന് കേട്ടിട്ടുണ്ടോ? മാനസികമായും ശാരീരികമായും നമ്മുടെ മോളെ ദേവമംഗലത്തുള്ളവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാ ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നത്. അതിന് അവക്കവിടെ ഒരു ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ പെടേണ്ടി വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുക്കും. ദേ, ഇന്ന് ആനന്ദ് പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നുപോയോ? നമുക്കെതിരെ അവൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മകളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദേവ്യൻ അവര് അവിടെ നിറക്കി വിട്ടതാണെന്നും തെറ്റു മുഴുവൻ നമ്മുടെ ഭാഗത്താണെന്നും ഇക്കണ്ട നാട്ടുകാർ മുഴുവനും അറിഞ്ഞ പിന്നെ നമ്മുടെ വിദ്യമോൾക്കൊരു കല്യാണാലോചന വരുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തെ അന്വേഷിച്ചോ ഒരു ബന്ധം പോലും പിന്നെ വരാൻ പോകുന്നില്ല. നമ്മളുടെ മോളുടെ ഭാവി പിന്നെ എന്തായി തീരും മനുഷ്യ? നിങ്ങൾ എന്താ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത് എന്ന് ചോദിക്കുക. ദേ ശ്രീകലെ, എന്നും കരുതി നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ദേവമംഗലത്തുള്ളവർ ദേവിയോട് കൂടുതൽ വൈരാഗ്യം സൂക്ഷിക്കലേ ഉള്ളൂ. പിന്നെ നമ്മുടെ മകൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ സമാധാനത്തോടെ ജീവിക്കും. ദേ, നമ്മളിപ്പോൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ, ആനന്ദ് നമ്മുടെ മകളെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അതെങ്ങനെയെന്നാ നീ പറഞ്ഞു വരുന്നത്? എടോ, ആ ബാലനെ നിനക്ക് ശരിക്കും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുക. എൻ്റെ ശ്രീകല, നീ എന്താണെന്ന് വെച്ച് തെളിച്ചു പറ. എൻ്റെ ഉദയേട്ട, ആ ബാലൻ ശരിക്കും ഒരു അഭിമാനിയാ. തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ദോഷം വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടും കേസ് പിൻവലിക്കാനേ അയാൾ ശ്രമിക്കുള്ളൂ. അതിനുവേണ്ടി അയാൾ നമ്മുടെ അടുത്ത് കോംപ്രമൈസ് ചർച്ചയ്ക്കായിട്ട് വരും. നമ്മളപ്പോൾ ദേവിമോളെ തിരികെ കൊണ്ടുപോകണമെന്നും പറയും. അവർ ദേവിമോളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. കുടുംബത്തിന്റെ അഭിമാനത്തെക്കാൾ വലുതായിട്ട് ആ ബാലനും ഗോമതിക്കും മറ്റൊന്നും ഇല്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ ദേവി ദേവമംഗലത്ത് നിൽക്കുകയും ചെയ്യും. അവൾക്കവിടെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം. ആരുടെയും ആട്ടും തുപ്പും ഒന്നും കേൾക്കേണ്ടി വരില്ല. ഒരു ഭയം കാണും, വീണ്ടും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നാലോ എന്ന്. എൻ്റെ സ്ത്രീകളെ, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുക. അവസാനം വാദി പ്രതിയാകരുത്. ദേ, ആ ആനന്ദിന്റെ കയ്യിൽ സകല തെളിവുകളും ഉണ്ട്. അവന്റെ കയ്യിലെ തെളിവുകളൊക്കെ അവനവിടെ ഇരിക്കട്ടെ. പക്ഷേ തൽക്കാലം നമ്മൾ ആദ്യം പരാതി കൊടുക്കുന്നു. പെണ്ണുങ്ങളുടെ കൂടെ ഇവിടുത്തെ നിയമവ്യവസ്ഥ നിൽക്കുള്ളൂ. ഉദയേട്ടൻ ഇതൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കാം. ദേവി പക്ഷെ ഇതിനെ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേവമംഗലത്തുള്ളവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ അവൾ ഒരിക്കലും സമ്മതിക്കില്ല. അതിന് അവളുടെ സമ്മതം ആർക്ക് വേണം? പിന്നെ ആ പോലീസുകാര് അവളെ കാണണമെന്നൊക്കെ പറഞ്ഞാൽ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമേ ഞാൻ ഏറ്റു. അവളുടെ ജീവിതം രക്ഷപ്പെടാനെന്ന് പറഞ്ഞാൽ അവൾ എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കും. അവളുടെ അമ്മയാ ഞാൻ. അവളെ എനിക്ക് ശരിക്കും അറിയാം. എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഉദയേട്ടൻ അതോർത്ത് ടെൻഷൻ ആവണ്ട. ദേവി നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും എന്ന് പറയാം. പക്ഷെ സ്ത്രീകളെ, നീ പറയുന്നത് പോലെ ഒന്നും നടന്നില്ലെങ്കിലോ? കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞാലോ? ഒരു തകിടം മറിച്ചിലും ഇല്ല. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇക്കാര്യം നാട്ടുകാരെ അറിയിക്കാതെ എത്രയും വേഗം ദേവമംഗലത്തുള്ളവരുടെ മേലെ സകല കുറ്റങ്ങളും ഉണ്ടാക്കി നമുക്ക് മോളെ അവിടെ എത്തിക്കണം. അതിനുശേഷം വിദ്യമൊക്കെ നല്ല ആലോചനകൾ വരികയും ചെയ്യും. നിങ്ങൾ കണ്ടോ, ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടി ചുമ്മാ മനുഷ്യരെ കൂടി ടെൻഷനാകാതെ അവള് എൻ്റെ കൂടെ നിൽക്കും. നിങ്ങളും എൻ്റെ കൂടെ നിന്നാൽ മതി. ദേവമംഗലത്തുള്ളവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ആ മുറ്റത്ത് വെച്ച് എത്രമാത്രം അവര് നമ്മളെ അപമാനിച്ചതാ. അന്നേ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പം നമുക്കൊന്നും നോക്കാനില്ല. എങ്ങനെ നമ്മുടെ മോളുടെ ഭാവി അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ സ്ത്രീകളെ, ഇങ്ങനെയൊക്കെ അവളെ ആ വീട്ടിൽ കയറ്റിയാൽ തന്നെ പഴയ പോലെ അവർ അവളെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ അവർ സ്നേഹിച്ചോളും. ഒരു പരിധിക്കപ്പുറം ദേവിയെ കണ്ണടച്ച് കളയാനൊന്നും ആ ഗോമതിക്കോ ബാലനോ കഴിയില്ല. അത്ര ദുഷ്ടരൊന്നും അല്ല അവരെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ദേവി അവിടെ സമാധാനത്തോടു കൂടി തന്നെ ജീവിക്കും. പിന്നെ അതൊക്കെ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനൊക്കെ കഴിവ് ദേവിക്കുണ്ട്. നമ്മുടെ മോളല്ലേ അവള് എന്ന് ചോദിക്കാം. എന്തായാലും ഇറങ്ങി തിരിച്ചു. ശ്രീകലയുടെ ഒപ്പം തന്നെ നിൽക്കാം എന്നൊരു തീരുമാനത്തിൽ ഉദയഭാനുവും എത്തിച്ചേരുകയാണ് കേട്ടോ. ദേ, എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം. പിന്നെ അഭിനയിക്കുന്ന കാര്യം നിങ്ങളെ ഞാൻ പ്രത്യേകം പഠിപ്പിച്ചു തരണ്ടല്ലോ. ആ ബാലന്റെയും ഗോപിതയുടെയും ഒക്കെ മുന്നിൽ കിടന്ന് അമ്മാതിരി അഭിനയം നിങ്ങൾ കാഴ്ചവെച്ചതല്ലേ. നല്ല രീതിയിൽ കരയണം. നമ്മൾ പറയുന്നതൊക്കെ പോലീസുകാർ വെള്ളം തൊടാതെ വിശ്വസിക്കണം. ഉദയേട്ടന് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? എൻ്റെ സ്ത്രീകളെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് ഉദയഭാനു ഒപ്പം പറയാണ്. പെട്ടെന്ന് ശ്രീകലയാണ് തന്റെ കണ്ണിട്ട് പയ്യൊരു കുത്തൊക്കെ വെച്ചു കൊടുത്ത് കള്ളക്കണ്ണീരൊക്കെ വരുത്തുക. നീ എന്താ ഈ കാണിക്കുന്നത്? പിന്നെ കരയണ്ടേ? ഒറിജിനൽ ആണെന്ന് അവർക്ക് തോന്നണം. എന്നിട്ട് നെഞ്ചിത്തടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറി പോവാ. പിന്നാലെ വാ മനുഷ്യ എന്ന് ഉദയഭാനുവിനോടും പറയാണ്.
അയ്യോ സാറേ, എൻ്റെ മോളെ അവരെല്ലാവരും കൂടി ചേർന്ന് കൊല്ലാറാക്കിയേ. എൻ്റെ മോക്ക് നീതി മേടിച്ച് തായോ. ഇവിടെ ആരുമില്ലേ? ഇതൊന്നും ആരും കാണുന്നില്ലേ? എൻ്റെ കുഞ്ഞവിടെ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല. ആ ദുഷ്ടക്കൂട്ടങ്ങളെല്ലാം കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാറാക്കി. അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞ് വിളിച്ചു പോവാണ്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റബിൾ, ഒരു ലേഡി കോൺസ്റ്റബിൾ ഉണ്ട് കേട്ടോ. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാം. ആ സ്ത്രീക്ക് കാശിന് എന്തോ അത്യാവശ്യമുണ്ട് എന്ന് അവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും തുകയ്ക്കൊന്നും കാര്യം നടക്കില്ല, നിങ്ങൾ പൈസ റെഡിയാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഫോണിലൂടെ അവർ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഉദയഭാനു ശ്രീകലയും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നത്. എന്താ ഇതൊരു പോലീസ് സ്റ്റേഷനാ, ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കാനൊന്നും പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, സാറുമാരെല്ലാവരും കേൾക്കണം. എൻ്റെ മോള് അവൾ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അവളെ അത്ര നന്നായിട്ടൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടു. പക്ഷെ അവിടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് എൻ്റെ മോളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു. അവളിപ്പം ആകെ മാനസിക നില തെറ്റിയത് പോലെയാ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അവളുടെ ശരീരമൊക്കെ നിങ്ങളൊന്ന് കാണണം എന്ന് പറയാണ് കേട്ടോ. ദേ എന്താണേലും ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ CI സാർ വരും. ഈ വക കേസുകളൊക്കെ നോക്കുന്നതേ CI സാറാ. സാറ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. അയ്യോ ആ സാർ എവിടെയാ, ഇപ്പൊ വരുമോ? ആ സാർ ഇപ്പൊ തന്നെ വരും, അതുവരെ ഇവിടെ എവിടെയെങ്കിലും മിണ്ടാതെ നിന്നോണം. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, എൻ്റെ മോക്ക് നീതി മേടിച്ച് തരേണ്ടത് നിങ്ങളാ. ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. ദേ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലേ രണ്ടിനും എടുത്ത് ഞങ്ങൾ ലോക്കപ്പിലിടും. അയ്യോ അതിൽ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരെയല്ലേ ലോക്കപ്പിലിടേണ്ടത്. ഞങ്ങളുടെ മോളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരായ ആ ദേവമംഗലത്തുള്ളവരെ പിടിച്ച് ലോക്കപ്പിലിട് എന്ന് പറയാ. ദേ അവിടെ ഒരു മൂലയിലേക്ക് മാറി നിൽക്ക്, ഇപ്പൊ തന്നെ CI സാർ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വീണ്ടും ആ കോൺസ്റ്റബിൾ പറയണ കേട്ടോ. പെട്ടെന്ന് അവിടുത്തെ അവസ്ഥയൊക്കെ കാണുന്ന ശ്രീകല പറയും, എല്ലാത്തിനും പിടിച്ച് ഉള്ളിലിടണം. ഇതാന്ന് തോന്നുന്നു ലോക്കപ്പ്, ഇവിടെ ഇട്ട് നല്ല രീതിയിൽ അടി കൊടുക്കണം. നമ്മുടെ മോളെ വേദനിപ്പിച്ച ഒറ്റ ഒരെണ്ണം പോലെ സമാധാനത്തോടെ ജീവിക്കരുത്. എന്തൊക്കെ പറഞ്ഞ് നമ്മളെ അപമാനിച്ചത് അതൊന്നും ഈ ശ്രീകല മരിച്ചാലും മറക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് ഉദയഭാനു പറയും, ശ്രീകലെ ആ മീനുവിനെ നമുക്ക് തൽക്കാലം ഒഴിവാക്കിയേക്കാം. അതെന്താ, ഒന്നുമല്ലേലും അവളെ അവിടെ നിറക്കി വിട്ടതിന് ശേഷം ആ മീനാക്ഷി മാത്രമല്ലേ അവളുടെ അവസ്ഥ ഒന്ന് അന്വേഷിച്ചു വന്നുള്ളൂ. അതുകൊണ്ട് അവളോട് നമുക്കൊരു കരുണ കാണിച്ചേക്കാം. അവൾ അത്ര ദുഷ്ടൊന്നും അല്ലല്ലോ. എന്തായാലും അവളുടെ പേരിടണ്ട. നിങ്ങൾ പറയുന്നത് പോലെ എന്ന് പറയാം. പെട്ടെന്ന് CI അങ്ങോട്ട് വന്നിട്ട് ഉദയഭാനുവിനോട് ശ്രീകലയോടും ചോദിക്കാം, എന്താ കാര്യം, എന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ചോദിക്കാം. സാറേ ഇതൊന്ന് കേൾക്കണം, എൻ്റെ മോളെ രക്ഷിക്കണം സാറേ, ഒരു ദുഷ്ട കുടുംബം കാരണം എൻ്റെ മോളുടെ ജീവിതം തൊലഞ്ഞു പോയി സാറേ എന്ന് ഉദയഭാനുവും പറയാം. ശരി നമുക്ക് സംസാരിക്കാം, രണ്ടുപേരും ക്യാബിനിലേക്ക് വാ എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു ശ്രീകലയും കൂടി CIയുടെ പിന്നാലെ ചെല്ലാണ്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. മേഡം എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് ശ്രീകല വീണ്ടും പറയാം. ഇവിടെ ഇരിക്കൂ, ഇരുന്നുകൊണ്ട് സംസാരിക്കാം, ഞങ്ങളെ സഹായിക്കണം മേഡം പ്ലീസ് മേഡം എന്ന് പറഞ്ഞ് വീണ്ടും കരയാ. ആദ്യം ഒന്ന് സമാധാനപ്പെട്, കരഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകില്ല. എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയണം എന്ന് പറയാം. അപ്പൊ ശ്രീകല കണ്ണു തുടയ്ക്കുക. പെട്ടെന്ന് ഉദയഭാനു പറയും, മേഡം ഞങ്ങളുടെ മകളുടെ കാര്യമാ. എന്ത് കാര്യം? അവളെ കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോൾ മുതൽ തുടങ്ങിയത് പ്രശ്നങ്ങളാ മേഡം. എൻ്റെ കുഞ്ഞിന്റെ ജീവിതം പോയി മേഡം എന്ന് പറയാ. കാര്യം എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ എന്താ നടന്നതെന്ന് വ്യക്തമായിട്ട് പറയണം. എൻ്റെ മോൾ അവിടെ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. അവൾ അവിടെ കയറിയ ദിവസം മുതൽ പ്രശ്നങ്ങളാ. അവര് വലിയ കാശുകാരാ. ഞങ്ങൾ കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് എന്നും ഞങ്ങളുടെ മോളെ അവർ ഉപദ്രവിക്കും എന്ന് പറയാ. സ്ത്രീധന പീഡനമോ എന്ന് അപ്പൊ CI ചോദിക്കും. ആരെ ഉപദ്രവിച്ചത്? കുട്ടിയുടെ ഭർത്താവാണോ? അയ്യോ അവൻ മാത്രമല്ല മേഡം, അവന്റെ അമ്മയും അച്ഛനും ആ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന എൻ്റെ കുഞ്ഞിനെ ഈ രീതിയിൽ ദ്രോഹിച്ചത് എന്ന് പറയാ. ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ രണ്ടുപേരും പരസ്പരം നോക്കുക. പെട്ടെന്ന് ഉദയഭാനു പറയും, അവൾ അവിടെ അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല മേഡം. പക്ഷെ അവൾ ഞങ്ങളോട് ഒന്നും തുറന്നു പറഞ്ഞില്ല. അവൾക്ക് പേടിയായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടത് എപ്പോഴാ? എന്താ ആവശ്യപ്പെട്ടത്? ആരാ ഈ കാര്യം പറഞ്ഞത് എന്ന് അപ്പൊ വീണ്ടും CI ചോദിക്കും. അത് പിന്നെ അപ്പൊ ശ്രീകല പറയും, പണം വേണോന്നും സ്വർണം വേണോന്നും ദേവമംഗലത്തുകാര് ഞങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് മേഡം. അവർ പല തവണ ഞങ്ങളെ അത് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. അവള് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഇതൊക്കെ കരഞ്ഞുകൊണ്ടാ മേഡം പറയുന്നത്. ഭർത്താവിന്റെ വീട്ടുകാർ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന്റെ മെസ്സേജോ ഫോൺ റെക്കോർഡോ അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാം. അപ്പത്തേക്കും രണ്ടുപേരും പരിങ്ങാണ് കേട്ടോ. എൻ്റെ മോളെ എല്ലാം സഹിച്ചു നിന്നതാ മേഡം. അവളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ സങ്കടപ്പെടരുതെന്ന് കരുതി പലതും അവൾ ഞങ്ങളോട് പോലും മറച്ചു വെച്ചു മേഡം. ഞങ്ങളോടൊക്കെ അല്പം നീതി കാണിക്കണം മേഡം, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് അപ്പം വീണ്ടും അവർ പറയണം കേട്ടോ. അപ്പൊ CI ആലോചിക്കുക. ഇപ്പൊ അവക്ക് ഡിവോഴ്സ് നോട്ടീസും അയച്ചിരിക്കുക.
ദേ അതിൻ്റെ നോട്ടീസായി ഇത്. ഞങ്ങളുടെ മോളെ ഒഴിവാക്കിയിട്ട് ഏതോ വലിയ കാശുകാരനെ മോളെ കൊണ്ട് ആനന്ദിനെ കല്യാണം കഴിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കളികള മേഡം ഇതൊക്കെ എന്ന് പറയാം. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാം. നിങ്ങളുടെ മോളെ ഒഴിവാക്കാനാണോ അവർ ശ്രമിക്കുന്നത്? അതെ മേഡം, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നിങ്ങളുടെ മോൾക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഉദയഭാനു ശ്രീകരെ ഒന്ന് പരുങ്ങ. എന്താ, പറയാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കാം. ഞങ്ങളുടെ മോള് ഗർഭിണി ആയിരുന്നു മേഡം, പക്ഷെ ആ കുഞ്ഞും ഞങ്ങൾക്ക് കിട്ടിയില്ല, അതും നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത്? അതാ മേഡം, എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും അറിയില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ഉള്ളവർ നശിപ്പിച്ചതാ. ദേവിയെ ഏതാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് എന്ന് ചോദിക്കാം. ദേവി മോള് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതും കുഞ്ഞ് നഷ്ടപ്പെട്ടതും ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല മേഡം. ഞങ്ങൾ ഒരിക്കൽ ദേവമംഗലത്തേക്ക് ചെന്നപ്പോഴാ കുഞ്ഞ് പോയത് ഞങ്ങളോട് പറയുന്നത് വരെ. സ്വന്തം മകളുടെ ഗർഭം നഷ്ടപ്പെട്ട കാര്യം അച്ഛനമ്മമാരെ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചു എന്നാണോ പറയുന്നത്? അതെ മേഡം, ഒന്നും ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല, എല്ലാം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. അതാ ഞങ്ങളെ സംശയം വരാൻ കാരണം. ഒരു പെൺകുഞ്ഞിനെ അതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അവളുടെ അച്ഛനും അമ്മയും അറിയിക്കേണ്ടതല്ലേ മേഡം? ഒരു കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് പോലും. അത് എവിടുത്തെ നീതിയാ മേഡം? ഗർഭിണിയായിരിക്കുമ്പോഴും അവൾക്ക് വേണ്ട ഭക്ഷണമോ പരിചരണമോ ഒന്നും അവർ കൊടുത്തിട്ടില്ല മേഡം. എൻ്റെ മോളെ അത്രയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. ദേവിയോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഞങ്ങൾ ചോദിച്ചു മേഡം. കുഞ്ഞും കൂടി പോയതോടുകൂടി അവൾ ആകെ സങ്കടത്തിലായിരുന്നു മേഡം എന്ന് പറയാം. അവളെ ഉപേക്ഷിച്ച് കളയുമെന്ന് പേടിച്ച് അവൾ ഒന്നും ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല മേഡം. എല്ലാം സഹിച്ച് എൻ്റെ മോൾ അവിടെ പിടിച്ചു നിന്നതാ മേഡം. പക്ഷെ ഈ ഡിവോഴ്സ് നോട്ടീസോട് കിട്ടിയതോട് എൻ്റെ കുഞ്ഞ് തളർന്നു പോയി മേഡം. എൻ്റെ മോൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത രീതിയിൽ മേഡം ആ കുഞ്ഞിനെ മനഃപൂർവ്വം അവരില്ലാതാക്കിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് മേഡം എന്ന് പെട്ടെന്ന് ശ്രീകല പറയണം. അത് വളരെ ഗുരുതരമായ ആരോപണമാണല്ലോ, എന്തുകൊണ്ടാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കാം. അപ്പം ഉദയഭാനു പറയും, ആനന്ദിനെ വലിയൊരു കാശുകാരൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, ദേവിയും കുഞ്ഞും ഉണ്ടെങ്കിൽ അതൊരു തടസ്സമാകുമല്ലോ, അതുകൊണ്ടായിരിക്കും മേഡം അങ്ങനെ അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ മേഡം ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് ശ്രീകല പറയണം. ഇതെന്തായാലും സീരിയസ് ആയി എടുക്കേണ്ട കേസാ. പിന്നെ തോന്നൽ വെച്ച് ഞങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആശുപത്രിയിലാണ് കൊണ്ടുപോയത്, ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത്, എന്താണ് മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളത്, എല്ലാം ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പറയാം. അപ്പോഴത്തേക്കും ശ്രീകല മൂക്ക് വലിക്കും. മെഡിക്കൽ രേഖകളിൽ മനഃപൂർവ്വമായ ഇടപെടലുകളുടെ സൂചനകൾ ഉണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ വേറെ ഉണ്ടാകും എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ മേഡം ചെയ്തോളൂ. നിങ്ങൾ പറഞ്ഞ സ്ത്രീധന പീഡനവും മാനസികവും ശാരീരികവുമായ ഉപദ്രവം തെളിഞ്ഞ ഗാർഹിക പീഡന നിയമപ്രകാരം സംരക്ഷണ നടപടികൾ മാത്രമല്ല, ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂരതയ്ക്കുള്ള ക്രിമിനൽ നടപടികളും ഉണ്ടാകും. അത് മതി മേഡം എന്ന് പുതിയ ശ്രീകലൻ പറയാം. പക്ഷെ പരാതി വ്യക്തമായിരിക്കണം. എപ്പം, എവിടെ, ആരാണ് ഉപദ്രവിച്ചത്, എന്താണ് സ്ത്രീധനമായിട്ട് ആവശ്യപ്പെട്ടത്, ഒന്നും വിട്ടുപോകരുത്. ഇല്ല മേഡം, ഒന്നും വിട്ടുപോകില്ല. എൻ്റെ മോളെ രക്ഷിക്കണം മേഡം, അവൾക്ക് നീതി കിട്ടണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നീതി മേടിച്ചു തരിക തന്നെ ചെയ്യും എന്ന് CI പറയാം. ദേവി ഇപ്പം എവിടെയാ? അവള് വീട്ടിലുണ്ട് മേഡം. എൻ്റെ മോൾ ആകെ തളർന്ന് കിടക്കുക. ഈ അവസ്ഥയിൽ അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ല മേഡം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പം നിങ്ങൾക്ക് പരാതി നൽകാം, പക്ഷേ ദേവിയുടെ മൊഴി എടുക്കേണ്ടി വരും. ദേവി പറയുന്നതാണ് ഈ കേസിന് പ്രധാനപ്പെട്ടത് എന്ന് പറയാം. അപ്പൊ രണ്ടുപേരും ടെൻഷനോട് പരസ്പരം നോക്കുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. ശരി മേഡം എന്നപ്പോ ഉദയഭാനു പറയാം. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല മേഡം. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയോർത്ത് ഞങ്ങളൊന്ന് സങ്കടപ്പെട്ടു പോയതാ മേഡം, അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാം. ശരി, നിങ്ങളുടെ മകളെ ഇപ്പം സ്റ്റേഷനിലേക്ക് തൽക്കാലം കൊണ്ടുവരണ്ട. ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തി മൊഴിയെടുക്കും എന്ന് പറയാം. ആയിക്കോട്ടെ മേഡം, അതിനുള്ള എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തു തരണ്ട, ഞങ്ങൾ വന്നോളാം. ഇപ്പൊ പുറത്തുള്ള SIയുടെ അടുത്തേക്ക് ചെല്ല്. നടന്നതെല്ലാം തീയതിയും സംഭവങ്ങളും വെച്ച് വിശദമായി പരാതി രേഖപ്പെടുത്തണം. ഡിവോഴ്സ് നോട്ടീസിന്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഉവ്വ മേഡം, എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. മേഡം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം മേഡം, ഞങ്ങളെ കൈവിടരുത് മേഡം. ആദ്യം പരാതി കൊടുക്കൂ, ഞങ്ങൾ അന്വേഷിച്ചോളാം. പിന്നെ ഒരു കാര്യം. എന്താ മേഡം? നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യവും മറച്ചു വെക്കരുത്, സത്യസന്ധമായിരിക്കണം. പിന്നീട് മൊഴിയിൽ മാറ്റം വന്ന കേസിനെ അത് ബാധിക്കുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇല്ല മേഡം, ഞങ്ങൾ ഒന്നും മറച്ചു വെക്കില്ല, ഒന്നും. എന്നാ പൊയ്ക്കോ എന്ന് പറയാണേ. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലനും ആകാശും
അതുപോലെ നമ്മുടെ ആനന്ദും ഇന്ന് കടയിലുണ്ട്. പെട്ടെന്ന് രാമേട്ടൻ ബാലന്റെ അടുത്തേക്ക് ചെല്ലുക. അതെ, ഇവിടുത്തെ ഇടപാടുകാരൊക്കെ തിരിച്ചു വന്നു തുടങ്ങി ബാല എന്ന് പറയാ. ആ എന്താ നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? മുക്കും മൂളയും പറയാതെ വാ തുറന്ന് വർത്താനം പറയടാ എന്ന് പറയാം. പറയേണ്ട സാഹചര്യത്തിൽ ഞാൻ പറയാം രാമേട്ട എന്ന് പറയാം. നീ ധർമ്മനെ കണ്ടിരുന്നോ? എന്താ രാമേട്ട എന്ന് ചോദിക്കാം. പാവമാടാ അവൻ. പറഞ്ഞില്ലേ അച്യുതവർമ്മ അവനെ പെടുത്തി കളഞ്ഞതാ എന്ന് രാമേട്ടൻ അപ്പൊ പറയാം. അവൻ സത്യമായും ഉദ്ഘാടന ദിവസം മാത്രമാ അറിഞ്ഞുള്ളൂ കട അവിടെയാ വരുന്നതെന്ന് രാമേട്ടൻ പറയാം. ആകാശ് പറയും, അത് സത്യമായിരിക്കാം, പക്ഷേ മാമനത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. എടാ അവന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ എന്ന് ചോദിക്കാം. അവൻ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇന്ദിരാമ്മയും കൂടി നിർബന്ധിച്ചപ്പം അവന് വഴങ്ങിയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ അവൻ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് പെട്ടെന്ന് നമ്മുടെ രാമേട്ടൻ ചോദിക്കാം. ആനന്ദേ എന്ന് പറഞ്ഞ് ബാലനപ്പം വിളിക്കാം. എന്താ അച്ഛാ എന്ന് ചോദിക്കാം. നിനക്കെന്താടാ ഒരു വല്ലായ്മ എന്ന് ചോദിക്കാം. ഏയ് ഒന്നുമില്ല എന്ന് പറയാം. ഒന്നുമില്ലേ? നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഏയ് ഒന്നുമില്ല അച്ഛാ എന്ന് പറയാ. എന്താ ഏട്ടാ എന്ന് ആകാശം ചോദിക്കാം. ഏയ് ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് ആനന്ദ് അപ്പ പറയാണ്. പെട്ടെന്ന് ആരിനും അങ്ങോട്ട് കയറി വരിക. ആഹാ, ഇന്ന് മഴ പെയ്യും. കുറെ നാളായല്ലോ ആരിനെ ഈ വഴിക്ക് കണ്ടിട്ട് എന്ന് ചോദിക്കാം. നിങ്ങൾ കടയിൽ സുഖമായിട്ടിരിക്കുമല്ലേ? ഞാനേ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാ എന്ന് രാമേട്ടനോടൊപ്പം ആരും പറയും. കയറി വാ. അല്ല ഞാൻ ആനന്ദേട്ടനോട് ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, ഏട്ടന്റെ പഴയ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഒരു വിവരം പറഞ്ഞു. ഏട്ടൻ ഇങ്ങോട്ട് വന്നേ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറയാം. അതെ, ഞങ്ങൾ ആരും കേൾക്കാട്ടെ, എന്ത് കാര്യം ആരെയാ ഇവനോട് പറയാനുള്ളത്? അതൊക്കെ ഉണ്ട് രാമേട്ട, ഇതൊരു രഹസ്യം തന്നെയാ, വാ ഏട്ടാ എന്ന് പറയാം. അപ്പം നമ്മളെ ആര്യനാണെങ്കിൽ ആനന്ദിനെ കൂട്ടിക്കൊണ്ട് മാറിപ്പോവാ. അപ്പൊ ഇവർ തമ്മിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ ബാലനാണെങ്കിലും ജിജ്ഞാസയോട് കൂടി നോക്കുന്നുണ്ട്. ഇവനെന്താ ഞങ്ങളോട് പറയാത്തത് എന്നുള്ള രീതിയിൽ. എന്താ കാര്യം പറ എന്ന് ആര്യനോട് പറയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടൻ ദേവിയടത്തേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നു അല്ലേ എന്ന് ചോദിക്കാം. അതിന് ഏട്ടാ ചെറിയ പ്രശ്നമുണ്ട്. മീനാക്ഷി അടുത്ത് എങ്ങനെയോ അറിഞ്ഞു അവിടെ നോട്ടീസ് കിട്ടിയത് എന്ന് പറയാം. ഞാൻ അയച്ചു, അവിടെ കിട്ടുകയും ചെയ്തു. അതിനിപ്പോ എന്താ? നീ ഇത് നോക്കിക്കേ, അവിടെ ഡെലിവറി കിട്ടിയതിന്റെ മെസ്സേജും വന്നു എന്നും പറഞ്ഞ് ഫോണിൽ മെസ്സേജ് എടുത്ത് കാണിക്കുക ആനന്ദ്. വീട്ടിൽ നിന്ന് അവൾ പോയി, എന്റെ മനസ്സിൽ നിന്നും അവൾ പോയി, ഇനി എന്റെ ജീവിതത്തിൽ നിന്നും കൂടി അവൾ പൊയ്ക്കോട്ടെ എന്ന് പറയാ. നിയമപരമായിട്ടും കൂടി ആ ബന്ധം അങ്ങ് അവസാനിപ്പിക്കാനാ എന്റെ ആഗ്രഹം. അല്ലെങ്കിലേ ഭാരമായിട്ട് എന്റെ നെഞ്ചിലത് കിടക്കും. അല്ലേട്ടാ എന്താടാ? ഏട്ടാ ഇതറിഞ്ഞപ്പോ ഒരു പ്രയാസം പോലെ. എനിക്കില്ലാത്ത എന്ത് പ്രയാസമാ നിനക്ക് എന്ന് ചോദിക്കുകയാണ്. ഒരു പ്രയാസത്തിന്റെയും കാര്യമില്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ നോട്ടീസ് അയക്കുമെന്ന്. പറഞ്ഞിരുന്നു, പക്ഷേ ഏട്ടൻ ഇത്ര പെട്ടെന്ന് ഏട്ടന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അതിലൊരു തെറ്റുമില്ല. ഏട്ടന്റെ വിഷമവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ആരും പറയാ. പക്ഷേ ഏട്ടാ, ഇത് ദേവിയേടത്തിയുടെ അച്ഛനും അമ്മയാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാര്. അതിന് നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ഒരു പരിഗണന വെച്ചിട്ട് ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കണമെന്നാണോ നിങ്ങിയും പറയുന്നത് എന്ന് ചോദിക്കാം. എനിക്ക് ഒരിക്കലും സാധിക്കില്ലടാ. അതിന് സ്നേഹിച്ചപ്പോ ഞാൻ എന്റെ ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നതാ. വെറുപ്പ് വന്നു കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാ. എനിക്ക് അത്രയും വെറുപ്പ് അവളോട്. വെറുപ്പിന്റെ അങ്ങേയറ്റമായിരിക്കും എനിക്ക്. നിനക്കെന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ? ഓരോരുത്തർക്കും ഓരോ പ്രകൃതമല്ലേ? നിന്നെ പോലെ ആയിരിക്കില്ല ഞാൻ. എനിക്ക് ദേഷ്യവും വെറുപ്പും എല്ലാം ഒരുപാട് കൂടുതലാ. ഞാൻ ഒരാളെ അകറ്റി നിർത്തിയത് തന്നെയാ. ആകാശിന് കാര്യം മനസ്സിലായി. അവൻ എന്റെ തീരുമാനം എന്താണോ അതിനെ അനുകൂലിക്കുക. പക്ഷെ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലടാ. ആര്യ, നീ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ മനസ്സിനെ ഉലയ്ക്കരുത്. ഏട്ടാ, ഞാൻ ഏട്ടന്റെ മനസ്സിനെ ഉലയ്ക്കുന്നതല്ല. കുറച്ചുകൂടി ഒന്ന് കാത്തിരുന്നിട്ട് പോരെ നോട്ടീസ് അയക്കുന്നത് എന്ന് ചോദിച്ചതാ, അല്ലാതെ മറ്റൊന്നും അല്ല. ഈ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം മനസ്സ് കൂടില്ല എന്നൊന്നും ഇല്ലല്ലോ. യെസ്, അതാണ് പോയിന്റ്. അതിനെ ഭയന്നുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ മനസ്സ് ചിലപ്പോൾ മാറിയേക്കാം, പക്ഷെ വേണ്ട. അതുകൊണ്ട് തന്നെയാ അങ്ങനെ മാറുന്നതിന് മുൻപ് തന്നെ നിയമപരമായി വേർപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചത് എന്ന് പറയാം. ആകാശം അങ്ങോട്ട് വരിക. ഇതുവരെ രഹസ്യം പറിച്ചിട്ട് കഴിഞ്ഞില്ലേ? ഇത് രഹസ്യമൊന്നും അല്ലടാ, ഇനിയിപ്പം പരസ്യമായിട്ടുള്ള കാര്യം തന്നെയാ, എല്ലാവരും അറിയട്ടെ. ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യമാ ഇവൻ പറയുന്നത്. ഞാൻ പറയായിരുന്നു ആകാശേട്ടാ, നോട്ടീസ് അയച്ച് ധൃതി കൂടി പോയില്ലേ എന്ന്. സത്യം പറഞ്ഞ എനിക്കും ആ അഭിപ്രായം തന്നെയാ എന്ന് ആകാശം ഒപ്പം പറയും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്, പക്ഷേ ഇപ്പൊ നമ്മൾ ആനന്ദേട്ടന്റെ ഒപ്പം നിൽക്കണം, അത് അതിന്റെ ശരി എന്ന് പറയാണ്.
ആനന്ദേട്ടൻ അനുഭവിച്ചതൊക്കെ ആനന്ദേട്ടനല്ലേ അറിയുള്ളൂ. ഒരുപാട് കളങ്ങൾ പറഞ്ഞ ഒരു കുടുംബമായിട്ട് ഒത്തുപോകാൻ ആനന്ദേട്ടന് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ആരെയാ നിർബന്ധിക്കുന്നത്? ഇത് ആനന്ദേട്ടന്റെ ജീവിതമല്ലേ, ആനന്ദേട്ടന് ശരിയെന്ന് തോന്നുന്നത് ആനന്ദേട്ടൻ ചെയ്യുക. എന്തായാലും ആനന്ദേട്ടന്റെ തീരുമാനത്തിനൊപ്പേ ഞാൻ നിൽക്കുള്ളൂ എന്ന് ആകാശ് പറയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.